പിന്നെ മറ്റൊരു ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് ശേഷം നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത മാസം കൂടിയായത്. അത് ധനുഷിന്റെ ചില ഐഡിയാസ് കൂടി നമ്മൾ പരീക്ഷിച്ചതുകൊണ്ടല്ലേ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ധനുഷിന് അവകാശപ്പെട്ട. സത്യം പറഞ്ഞ ധനുഷ് അവിടെയുള്ള ധൈര്യത്തിലാണ് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ജോലി ചെയ്യുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അച്ഛനും അങ്ങനെ തന്നെ. അവനവന്റെ ജോലി കൃത്യസമയത്ത് ചെയ്യാത്തവൻ അവനെ തന്നെ ചതിക്കുന്നവനാണെന്നാണ് അച്ഛൻ പറയുന്നത്. ധനുഷിപ്പോൾ ശരിക്കും ഓഫീസിന്റെ അസറ്റായി മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താങ്ക് യു സർ. ചെയ്യുന്ന ജോലിയുടെ ശമ്പളത്തേക്കാൾ ഇതുപോലെയുള്ള അഭിനന്ദനങ്ങളാണ് ഇനിയും കുറെ കൂടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത്. നീ എന്താണ് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നത്? ധനുഷിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. അയ്യോ, ഞാനത് മറന്നുപോയി. ഞാൻ അവന്തിക മാഡത്തിനെ കണ്ടായിരുന്നു. ഓഫീസിൽ വരാത്തത് കൊണ്ട് മാഡത്തിന് നല്ല വിഷമമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും അച്ഛനും കൂടിയാ ഓഫീസിൽ വരണ്ടെന്ന് പറഞ്ഞത്. ഞാനില്ലാതിരുന്ന സമയത്ത് അവന്തിക കുടുംബത്തിനും ഓഫീസിനും വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് അവന്തിക ഇനി വിശ്രമിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അല്ല സർ, ഞാൻ പറയുന്നത് മാഡം ഇത്രയും കാലം ഈ തിരക്കിലൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഈ വീട്ടിലായി പോയപ്പോൾ മാഡത്തിന് എന്തോ... ധനുഷേ, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല. അവന്തികയെ പോലെ ഒരാൾ വീട്ടിലിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ സൗകര്യം പോലെ പറഞ്ഞുതരാം. പിന്നെ ധനുഷിന്റെ താമസത്തിന്റെ കാര്യം എന്തായി? അത് ചോദിക്കാൻ ഞാൻ മറന്നു. ഒന്നും ആയിട്ടില്ല സർ. ബാച്ചിലർ ആയതുകൊണ്ട് ആരും വീട് തരുന്നില്ല. ഒരു പഴയ ഒറ്റമുറിയില്ല താമസം. താമസം പിന്നെ കുഴപ്പമില്ലെന്ന് വെക്കാം. ഈ 3 നേരത്തെ ഹോട്ടൽ ഭക്ഷണം അങ്ങോട്ട് ശരിയാവുന്നില്ല. സത്യം പറഞ്ഞ ഫുഡിനോട് മടുപ്പ് തോന്നും. ഒരു കാര്യം ചെയ്യ്, ധനുഷിന് ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കാം. അയ്യോ, അത് നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ധനുഷിന്റെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഒരു കട്ടിലും ഒരു കസേരയും, ഞാൻ ഹാപ്പിയാ. എങ്കിൽ ഉടനെ തന്നെ അതിനുള്ളത് നമുക്ക് ചെയ്യാം. ധനുഷ് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ധനുഷിന് നല്ല ഫുഡും അക്കോമഡേഷനും തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നല്ല മൂഡിലാണെങ്കിലേ ഐഡിയ വരുള്ളൂ, ബിസിനസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ താമസിക്കുന്നു എന്ന ചോദ്യത്തിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ധനുഷ് പറഞ്ഞില്ലേ ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തു എന്ന്. ആ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് കുറെ അനുഭവിച്ചതാ. ഇവിടെ ആവുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ. എന്താ വിരോധം വല്ലതുണ്ടോ? ഏയ്, ഒരു വിരോധമില്ല. സാറ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ, കുറച്ച് പരിപാടികളുണ്ട്. സാറ് ഫയലെല്ലാം ചെക്ക് ചെയ്തിട്ട് സേതു സാറിന്റെ സൈൻ വാങ്ങി വെച്ചിരുന്നാൽ മതി. ഞാൻ വന്നെടുത്തോളാം. ആയിക്കോട്ടെ. ധനുഷ് ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ കൊണ്ടുവരാം ഓഫീസിലേക്ക്. ഓഹോ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ സാർ. എന്നാ ശരി സാർ. അയ്യോ, പുള്ളി പോയോ? പിന്നെ പോവാതെ എത്ര നേരമാടി നീ ജ്യൂസ് ഉണ്ടാക്കാൻ പോയിട്ട്? ഇനി നീ തന്നെ കുടിച്ചോ. ഹലോ മാഷേ. ദേ, ഇത് കുടിച്ചിട്ട് പോയാ മതി. അയ്യോ, ഇനി ഇത് വേണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ അത്ര കഷ്ടപ്പാടാണോ? അതിപ്പോഴാ ഞാൻ അറിയുന്നത്.
അടുക്കളയിൽ നിന്ന് ജ്യൂസ് എന്ന് വിളിച്ചു പറഞ്ഞാൽ ജ്യൂസ് ആവില്ലല്ലോ. ഓ ഫ്രിഡ്ജ് തുറക്കണം, ഫ്രൂട്ട്സ് എടുക്കണം, അത് കഴുകണം, കട്ട് ചെയ്യണം, ജ്യൂസർ കറണ്ടിൽ കണക്ഷൻ കൊടുക്കണം, ജാറ് കഴുകണം, ഫ്രൂട്ട്സ് എല്ലാം അതിലേക്കിട്ട് അത് ഓൺ ചെയ്യണം, കാത്തു നിന്ന് അത് ഓഫ് ചെയ്യണം, ഗ്ലാസ് കഴുകണം, അതിലേക്ക് അരിച്ചൊഴിക്കണം. ഇത്രയും പ്രോസസ്സ് ചെയ്തിട്ടാ ഞാൻ ഈ ജ്യൂസോട്ട് ഇവിടെ നിൽക്കുന്നത്. ഓ ഇപ്പൊ മനസ്സിലായോ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണെന്ന്? കൊള്ളാം. എന്തായാലും എനിക്കിഷ്ടമായി. ഇഷ്ടാവും, എനിക്കറിയായിരുന്നു ഇഷ്ടാവൂന്ന്. ഞാൻ പറഞ്ഞത് ജ്യൂസിന്റെ കാര്യമല്ല. പിന്നെ അതെന്താന്ന് പിന്നീട് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ പിന്നീട് ഇനി ജ്യൂസ് തരുമ്പോ പറയാൻ എന്തെങ്കിലും വേണ്ടേ? അതിഥിയെ സ്വീകരിക്കുന്നതും ആദ്യത്തെ മര്യാദയൊക്കെ നല്ലത് തന്നെ. അത് പക്ഷെ വരുന്നവരാരാണെന്നും ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയിട്ടേ പാടുള്ളൂ. അല്ല, നീ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി തെറ്റ് ചെയ്യരുതെന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അകത്തേക്ക് പോ. ഹലോ. ആ ഞാൻ അവിടെ നിന്നും ഇറങ്ങിയായിരുന്നു കേട്ടോ. നീ ഇപ്പൊ എങ്ങോട്ടാ? കുറച്ച് പരിപാടികളുണ്ട്. അർച്ചന പിന്നീട് തന്നോടെന്തെങ്കിലും പറഞ്ഞോ? അവള് പറയുന്നതൊക്കെ ആര് കാര്യത്തിലെടുക്കുന്നു? പക്ഷേ ഇനി സൂക്ഷിക്കണം. ചെറിയ എന്തെങ്കിലും മതി, അവൾ അതിൽ പിടിച്ചു കയറി എല്ലായിടത്തും എത്തും. ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ കണ്ടില്ലേ അവളുടെ ശരിക്കുള്ള സ്വഭാവം. അതുകൊണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോ സൂക്ഷിച്ചും കണ്ടും വേണം വരാൻ. അതിന് ഞാനിനി അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലല്ലേ തിരികെ വരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ഇനി ഞാൻ താമസിക്കാൻ പോകുന്നതേ നെല്ലിശ്ശേരിയില. വരണം. അവൾ അറിഞ്ഞ ചിലപ്പോ അതിന് സമ്മതിച്ചില്ലെന്ന് വരും. എത്രയും വേഗം എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വാ.
അപ്പൊ കാര്യങ്ങൾ വളരെ എളുപ്പമായി. നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടായ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ വേഗം നടത്തിയെടുത്ത് നമുക്കിവിടുന്ന് പോകാം. നീ ഇപ്പൊ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ട്രാക്ക് മാറിയ സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള പരിപാടികൾ ഞാൻ മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ഓക്കെ. ആ അച്ചു, ആ, ഏട്ടാ ഞാൻ വിളിച്ചതേ ഒരു കാര്യം അറിയാനാ. ആ എന്താ മോളെ? ഓഫീസില് പുതിയൊരു വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്ന ആളില്ലേ, ധനുഷ്. അയാൾ ആളെങ്ങനെയാ? ആളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോളെന്താ ഉദ്ദേശിക്കുന്നത്? ജോലിയാണോ അത് ക്യാരക്ടറോ? രണ്ടും. അയാളുടെ ശരിക്കുള്ള നാട് എവിടെയാ? എന്താ ബാക്ക്ഗ്രൗണ്ട്? ജോലിയാണെങ്കിൽ അതിൽ മിടുക്കനാ, പെരുമാറ്റവും കൊള്ളാം. നന്ദനും മറ്റെല്ലാവർക്കും ഇത്ര പ്രിയപ്പെട്ടവനായിട്ട് മാറണമെങ്കിൽ ഞാൻ പറയാതെ തന്നെ മോക്കറിയാൻ പറ്റുമല്ലോ. അല്ല, നീ ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാൻ? വെറുതെ. ഓഫീസില് പുതിയതായിട്ട് വന്ന ആളല്ലേ, ഇവിടെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോ ഒന്ന് അറിഞ്ഞിരിക്കാന്ന് കരുതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധനുഷ നല്ലൊരാളാട്ടോ. ശരിയാണ് ബേട്ടാ, ഞാനൊന്ന് അറിയാൻ വിളിച്ചെന്നേ ഉള്ളൂ. ശരിയെന്നാ നീ വെക്കുവാണേ. അല്ല മോളെ, നീ വേറെന്തെങ്കിലും സംശയം കൊണ്ട് വിളിച്ചതാണോ? അല്ല അനുബേട്ടാ, അയാളെക്കുറിച്ച് ഒന്ന് അറിയണം തോന്നി, അത്രേ ഉള്ളൂ. ആ എന്നാ ഓക്കെ. ഇങ്ങോട്ട് വരണമെന്ന് ആതിര തന്നെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? വേണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മൾ ആതിരയെ അവിടെ നിർത്തിയിട്ടുന്നതിന്റെ കാരണം എന്താ? ആതിര അവിടെ നിൽക്കുന്നതാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടം. അന്ന് അവളോട് ചോദിച്ചപ്പോ അവളും എതിർപ്പ് പറഞ്ഞില്ല. അതെ. പിന്നെ ഇപ്പോ അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവും കമലേ? നമ്മള് കാരണം അവിടെ ആർക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നാ എന്റെ മനസ്സില്. എന്നാലും മാഷെന്ത് സേതുവേട്ടനെ വിളിച്ച എതിർപ്പൊന്നും പറയത്തില്ലെന്നാ എന്റെ വിശ്വാസം. ആ, സേതുവേട്ടനെ വിളിച്ചൊന്ന് സംസാരിക്കും മാഷേ. നാട്ടുനടപ്പ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെന്നൊന്ന് പറയും. ആതിര അവിടെ നിൽക്കുന്നതാണ് സേതുവിന് ഇഷ്ടമെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ കമലേ? എന്നിട്ട് ഇതും പറഞ്ഞ് ഞാൻ എങ്ങനെ വിളിക്കും? ആ, ഒരു കാര്യം ചെയ്യാം മാഷേ, നമുക്കാദ്യം അച്ചുമോളെ എന്ന് വിളിച്ച കാര്യം പറയാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ അവക്കല്ലേ അറിയൂ. അവളോട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഓ, ഇതിന് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല മാഷേ. വിളിക്കേ. വിളിക്കാം. അച്ഛാ. അച്ചുമോളെ, നിന്നോടൊരു അഭിപ്രായം ചോദിക്കാനാ ഞാൻ വിളിച്ചത്. എന്താ അച്ഛാ? ആതിരയെ അന്നവിടെ നിർത്തട്ടെ എന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചുവെങ്കിലും ഇപ്പൊ തോന്നുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന്. അതിന് നിന്റെ അഭിപ്രായം കൂടി അറിയാനാ വിളിച്ചത്. ആതിര അച്ഛനെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതില്ല. നിന്നോടുകൂടെ ചോദിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് കരുതി ഞങ്ങള്. അത് അച്ഛാ, എനിക്ക് മാത്രം തീരുമാനം പറ്റുന്നൊരു കാര്യമല്ലല്ലോ. ഞാൻ എല്ലാരോടും ഒന്ന് ചോദിച്ചിട്ട് വിളിക്കാം. അത് മതി മോളെ. നീ പറഞ്ഞതിന് ശേഷം തീരുമാനിക്കാം നമുക്ക്. മാഷേ, എന്തായി? അവള് മറ്റുള്ളവരോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം പറയാമെന്ന്.
ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ഞാനവനെ ജയിലിൽ നിന്ന് ഇറക്കാത്തതിന്റെ ദേഷ്യത്തിൽ വിളിക്കുന്നതായിരിക്കും. ഒരു മയത്തിൽ ഇവനെ ഡീൽ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്നും പോകാനുള്ള സാധ്യതയുണ്ട്. ഹലോ. ആ മാഡം, അജയനാണ്. ഓർമ്മയുണ്ടോ ആവോ? ആ, മറക്കാൻ വഴിയില്ലെന്ന് എനിക്കറിയാം. കാരണം മാഡത്തിന്റെ കുറേ കൊള്ളരുതായ്മയൊക്കെ കൂട്ടുന്നതല്ലേ. കുറ്റമേറ്റോ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരാ എന്നൊക്കെ അന്നെന്നോട് പറഞ്ഞായിരുന്നു. മണ്ടനായ ഞാൻ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ ജയിലിൽ കിടന്നപ്പോ ഒരു വിളിയും കണ്ടില്ല, ഒരു പുഷ്പവും കണ്ടില്ല. ആ അജയ, അത് വേറൊന്നും കൊണ്ടല്ല. ജയിലിൽ വരാനും നിന്നെ കാണാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഇതുവരെ. ശരിക്കും അതിനെപ്പറ്റി സംസാരിക്കാനോ പരാതി പറയാനോ ഒന്നുമല്ല ഞാൻ വിളിച്ചത്. ആരും വന്നില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും എനിക്കിപ്പോ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും എനിക്ക് ജാമ്യം കിട്ടി, ഞാൻ പുറത്തു ഇറങ്ങി. ഇനി ഇടയ്ക്കിടയ്ക്ക് കോടതി പോണം, അത്രേ ഉള്ളൂ. ഇനി ഞാനിപ്പോ വിളിച്ചതിന്റെ ഉദ്ദേശം പറയാം. നമ്മളൊരു കാര്യം സംസാരിച്ചിരുന്നല്ലോ, മറന്നുപോയോ? ആ, ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ അനഘയുടെ കല്യാണത്തിനെ കുറിച്ച്. അടുത്ത കോടതി കൂടൽ ഉടനെ ഉണ്ടാവും. അതിനുള്ളിൽ ചേച്ചി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഞാൻ എന്തൊരു മണ്ടന! ഇത്തരം കാര്യങ്ങളൊക്കെ ഫോണിൽ വിളിച്ചാണോ പറയേണ്ടത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വീട്ടിലിരുന്ന് സംസാരിക്കേണ്ട കാര്യമല്ലേ വെറുതെ ഈ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ്, ശരിയല്ലേ? അതാവുമ്പോ എനിക്കെന്റെ ഭാവി വധുവിനെ നേരിട്ടൊന്ന് കാണുക കൂടി ചെയ്യാലോ. എന്തു പറയുന്നു? നീ ഇപ്പൊ ഫോൺ വെക്ക, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ഹലോ. ഈ കാര്യങ്ങളൊക്കെ അനഘ അറിഞ്ഞ അവൾ എന്നെ വെറുക്കും. അവളെ സംരക്ഷിക്കേണ്ട ഞാൻ അവളെ കുരുതിക്ക് കൊടുത്തു എന്ന് ചിന്തിക്കും. അനഘ എന്റെ ശത്രു പോലും ആകാം. ഇവിടെ കയറിക്കൊള്ളണം എന്ന എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോവാണ്. ഇനി എൻ്റെ ലക്ഷ്യം ഇവിടെയും ഇവിടുത്തെ ആളുകളെയും മുച്ചൂട് മുടിക്കുക എന്നതാണ്. അത് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കണം. ഗുഡ് മോർണിംഗ് അർച്ചന മാഡം. ഗുഡ് മോർണിംഗ്. തനിക്ക് മര്യാദ എന്ന് പറയുന്നൊരു സാധനം ഇല്ലല്ലേ? ഒരു വീട്ടിലേക്ക് ഇങ്ങനെയാണോ കയറി വരുന്നത്? ആരോടും അനുവാദമൊന്നും വാങ്ങാതെ ഇടിച്ചു കയറി ഇങ്ങ് വരുവാണോ? സത്യം പറയാലോ മാഡം,
ഇത് ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെയാ കണ്ടിരിക്കുന്നത്. ആഹാ, എന്നാ അങ്ങനെ കാണണ്ട. ബോസിന്റെ വീട് അങ്ങനെ കണ്ടാ മതി. എന്തെന്നറിയില്ല മാഡം, ഞാൻ ആരുമായിട്ട് അടുത്താലും അവരുമായിട്ട് പെട്ടെന്ന് അങ്ങ് ക്ലോസ് ആവും. ഇവിടുത്തെ നന്ദൻ സാറും അവന്തിക മാഡം ഒക്കെ ആയിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞു. ഇപ്പോഴും സച്ചിൻ സാറിന്റെ ഭാര്യ അർച്ചന മാഡം മാത്രമാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. പിന്നെ ഇവിടുത്തെ തന്റെ എല്ലാ സാറുമാരുടെയും ഭാര്യമാരും ഒരുപോലെയാണെന്ന് കരുതിയോ താൻ? തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ, ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വീട്ടിൽ വരരുതെന്നും അതൊക്കെ ഓഫീസിൽ വെച്ച് തന്നെ ആയിക്കൊള്ളണമെന്നും. അതിന് ഞാൻ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതല്ലല്ലോ. പിന്നെ താൻ ഇവിടെ കയറി താമസിക്കാൻ വന്നതാണോ? അതെ. അപ്പോ മാഡം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇനി മുതൽ ഞാൻ താമസിക്കാൻ പോകുന്നതേ ഇവിടുത്തെ ഔട്ട് ഹൗസിലാണ്.